ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് സർവീസ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഐഫോൺ 11 മദർ ബോർഡാണ്. ഇത് ഡെഡ് കണ്ടീഷനാണ്. അതായത് നമുക്ക് ഫോൺ കയ്യിൽ കിട്ടുമ്പോൾ എന്താണ് ഫോൺ ഓൺ ആവുന്നില്ല. സോ അതിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഡെഡ് കണ്ടീഷൻ എന്നുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഡി സിയിൽ കണക്ട് ചെയ്ത് നോക്കാം. അതായത് എന്താണ് ഫോണിൻ്റെ കണ്ടീഷൻ, അത് വർക്കിംഗ് ആണോ അല്ലെ ഏതാണ്ട് കണ്ടീഷൻ എന്താണ് നമുക്ക് ഡി സി കണക്ട് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഡി സിയോടെ നോക്കിയാൽ കാണാൻ പറ്റും, ഫോൺ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് എന്താണ് പവർ ബട്ടൺ ട്രിഗർ ചെയ്യാണ്ട് തന്നെ എന്താണ് ജസ്റ്റ് ഒരു മൈന്യൂട്ട്, അതായത് ഒരു ലീക്കേജ് എടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു 5 റീഡിങ് കാണിക്കുന്നുണ്ട്. സോ ആ ഒരു കണ്ടീഷൻ എന്താണ്, നമുക്ക് ഫോൺ ലീക്കേജ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അതായത് നമ്മൾ ഫോൺ ഡയറക്റ്റായിട്ട് ഡി സിയിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൽ ട്രിഗർ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട്, അതായത് നമ്മൾ ബട്ടൺസോ കാര്യങ്ങളൊന്നും പ്രസ് ചെയ്യണം, ബട്ടൺ പ്രസ് ചെയ്യുന്നതാണ് ഈ ട്രിഗർ ചെയ്യുക എന്നുള്ള പറയുന്നത്. സോ ആ കണ്ടീഷൻ എന്താണ്, നമുക്ക് ഈ ചെറിയ റീഡിങ് എടുക്കുന്ന ലീക്കേജ് ആയിട്ട് കണക്കാക്കാം. സോ ഈ ഒരു കണ്ടീഷൻ എന്താണ്, നമുക്കിത് തെർമൽ ക്യാമറ അത്യാവശ്യമാണ്. സോ ഈ ഒരു ലീക്കേജ് തെർമൽ ക്യാമറ ഇല്ലാണ്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ കറക്റ്റ് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് എന്താണ് അത് മനസ്സിലാവാൻ പറ്റും. സോ ഇത് ഈ ഒരു കണ്ടീഷനിൽ ഫുൾ ബോർഡ് തെർമൽ ക്യാമറ വെച്ച് ചെക്ക് ചെയ്തപ്പം ഒരു ഭാഗത്തും ഹീറ്റ് കാണിക്കുന്നില്ല. അതായത് ഏതൊരു കമ്പൗണ്ട്സോ കാര്യങ്ങളൊന്നും ഈ ഒരു കണ്ടീഷനിൽ അത് ഹീറ്റ് ആകുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇത് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. സെപ്പറേറ്റ് ചെയ്തിട്ട് അപ്പർ ബോർഡിലാണോ അതോ ലോവർ ബോർഡിലാണോ ഹീറ്റിംഗ്, അതായത് ഷോർട്ടോ ലീക്കേജോ ഉള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ ഇതിൻ്റെ ഫസ്റ്റത്തെ ഈ ഒരു എങ്ങനെയാണ് ബോർഡ് റിമൂവ് ചെയ്യേണ്ടത് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ, അതായത് 50 പ്രോൻ്റെ ഡെഡ് ഫൈൻഡ് ചെയ്യുന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഇതിൻ്റെ ടോട്ടൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏത് കണ്ടീഷനിലാണ് ലെയർ റിമൂവ് ചെയ്യേണ്ടത്, അതേപോലെ എങ്ങനെയാണ് ഇതിന് എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ലെയർ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ എന്താണ് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് അത് A to Z കാര്യങ്ങൾ. സോ ആ ഒരു വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് ഷോർട്ട് ഫൈൻഡ് ചെയ്യുന്നത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഇത് ലെയർ റിമൂവ് ചെയ്തിട്ട് എന്താണ് നമുക്ക് നോക്കാം ഏത് സെക്ഷനിലാണ് കംപ്ലയിൻ്റ് ഉള്ളതെന്ന്. ലെയർ റിമൂവ് ചെയ്ത കണ്ടീഷനിൽ, അതായത് ആ ഹീറ്റില്ലേ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഒരിക്കലും ഡി സിയിൽ കണക്ട് ചെയ്യരുത്. ജസ്റ്റ് എന്താണ് ഒന്ന് കൂൾ ഡൗൺ, ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് ഹീറ്റ് പോകാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം ഡയറക്റ്റ് ഡി സിയിൽ കണക്ട് ചെയ്ത് നോക്കുക. ആ സമയത്ത് എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പർ ബോർഡ് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് അപ്പർ ബോർഡിലാണോ ലീക്കേജ് ഉള്ളത്. നേരത്തെ കാണിച്ച അതേ സെയിം ലീക്കേജ് ഉണ്ടെങ്കിൽ അപ്പർ ബോർഡിൽ തന്നെയാണ് ലീക്കേജ് ഉള്ളത്. അല്ല അതിൽ നോർമലാണ് കാണിക്കുന്നതെങ്കിലോ ലോവർ ബോർഡിലാണ് ലീക്കേജ് ഉള്ളത്. സോ ലോവർ ബോർഡ് റിപ്പയർ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് എന്താണ് നമ്മൾ ഈ ഒരു തെർമൽ ക്യാമറ വെച്ച് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് തെർമൽ ക്യാമറ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണ് ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹീറ്റ് ആകുന്നുണ്ട്. ഡി സി ഓൾറെഡി ഓൺ കണ്ടീഷനിലാണ്, ഹീറ്റ് ആകുന്നുണ്ട്. ജസ്റ്റ് എന്താണ് ഒന്ന് സൂം ആക്കി കാണിച്ചു തരാം. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഹീറ്റ് ആകുന്നത് കാണുന്നുണ്ടാവും. ചെറിയ മൈന്യൂട്ട് ഹീറ്റാണ്. സോ അതായത് പക്കാ മൈന്യൂട്ടാണ്. ഇപ്പോൾ ട്യൂസ് കൊണ്ട് കറക്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ചില സ്പോട്ടിൽ കണ്ടോ ഹീറ്റായി പോകുന്നത്. ജസ്റ്റ് എന്താണ് ഡി സി ഇപ്പം നിലവിൽ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു കണ്ടീഷനിലാണ് എന്താണ് ഇത് ഹീറ്റ് ആകുന്നത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുള്ളൂ. സോ ഈ ഒരു പോർഷനിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഹീറ്റിംഗ് ഒരു കളർ ഡിഫറൻറ്റ് വന്നിട്ട്, അതായത് ജസ്റ്റ് ഒരു കളർ ഫെയ്ഡ് വരും, കളർ ഫെയ്ഡ് ആവും, ഫെയ്ഡ് വരും, ഫെയ്ഡ് ആവും. ആ ഒരു കണ്ടീഷനിൽ കാണാൻ പറ്റും. ഈ ഹീറ്റ് ആകുന്ന ഐ സി വേറെ ഐ സി ഒന്നുമല്ല, എന്താണ് ചാർജിങ് ഐ സി ആണ്. അതായത് ഇതിൻ്റെ ചാർജിങ് ഐ സി ആണ് ലീക്കേജ് ആയിട്ടുള്ളത്, അതായത് ഷോർട്ട് ആയിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ചാർജിങ് ഐ സി മാറി നോക്കാം. നമ്മൾ ഐ സി ഒക്കെ മാറാൻ വേണ്ടിയുള്ള സമയത്ത് നമ്മൾ ഇത് ചെയ്യാതിരിക്കുക. അതായത് ഐ സി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യരുത്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് ചിലപ്പോൾ ഐ സി വർക്കിംഗ് കണ്ടീഷനാണോ അല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. സോ അതിന് ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്താ വെച്ചാൽ നമ്മൾ ക്ലൗഡ് ബോർഡ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുക. ഡാമേജ് വന്നത് അല്ലെങ്കിൽ CPU റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ഡാമേജ് ബോർഡിലൊക്കെ എന്താണ് പർച്ചേസ് ചെയ്യുക. സോ അതിലെന്താണ് നമുക്ക് ഐ സികൾ കിട്ടും. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതിനിപ്പോൾ നമുക്ക് ഷോർട്ട് കാണിച്ചത് ചാർജിങ് ഐ സി ആണ്. സോ ആ ചാർജിങ് ഐ സി തന്നെ അല്ലേ ഷോർട്ട് എന്നത് നമുക്ക് എന്താണ് ഒന്ന് റീവെരിഫൈ ചെയ്യണം. അപ്പോൾ എന്താണ് നമുക്ക് ചാർജിങ് ഐ സി റിമൂവ് ആക്കാം. സോ റിമൂവ് ആക്കുന്നതിന് മുന്നായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് പവർ ഐ സി അതുപോലെ CP കളൊക്കെ വരുന്നുണ്ട്. സോ അതിനെന്ത് ചെയ്യണം, നമ്മളതിൻ്റെ ഈ ഷീൽഡ് ഈ ഒരു ഹീറ്റിംഗ് പ്രൊട്ടക്ഷൻ ടാപ്പ്, സിൽവർ ടാപ്പ് ഇത് വെച്ച് കൊടുക്കണം. അതിനുശേഷം എന്താണ് ജസ്റ്റ് ഐ സിയുടെ മുകളിൽ ജസ്റ്റ് ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്ന മെത്തേഡിൽ എന്താണ് ഐ സി റിമൂവ് ആക്കാം. ഐ സി റിമൂവ് ചെയ്യുന്ന മെത്തേഡിൽ ഏകദേശം ഒരു 360 ഹീറ്റും 60 എയറും. ഈ ഒരു കണ്ടീഷനിൽ നമ്മളെന്താണ് ജസ്റ്റ് നമ്മുടെ ബ്ലോവർ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ചിരിച്ച് പിടിച്ച് കൊടുക്കാം. അതാകുമ്പോൾ എന്താണ് ആ പവർ ഐ സിയിലേക്കും CPയിലേക്കും ഹീറ്റ് ആവില്ല. ഡയറക്റ്റ് എന്താണ് നമുക്ക് ആ നമ്മുടെ ചാർജിങ് ഐ സിയുടെ മുകളിലേക്കാണ് ഡയറക്റ്റ് ഹീറ്റ് ആകുക. ഐ സി മെൽറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള അറിയാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് പുഷ് ആകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റായിട്ട് ഐ സി റിമൂവ് ചെയ്യുക. എപ്പോൾ നമ്മൾ ഈ ഐ സി കമ്പൗണ്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഷാർപ്പായിട്ടുള്ള ട്യൂസർ മാത്രം യൂസ് ചെയ്യുക.
അതായത് ബെൻഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നെങ്കിൽ ബെൻഡായിട്ടുള്ള ട്യൂസർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അതായത് ഷാർപ്പായിട്ടുള്ള ട്യൂസേഴ്സ് മാത്രം യൂസ് ചെയ്യുക. കാരണം ഈ ചാർജിങ് ഐ സി അതേപോലെ ഐസികളൊക്കെ എടുത്താണ് എന്താണ് ടോട്ടൽ കുറേ കമ്പൗണ്ട്സ് വരുന്നുണ്ട്, റെസിസ്റ്റർ കപ്പാസിറ്ററൊക്കെ. ഇതൊക്കെ ബോർഡിൽ ആവശ്യമുള്ളതാണ്. സോ നമ്മളത് റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് പുഷ് ആവുകയാണ്. ഇപ്പോൾ ഈ ചാർജിങ് ഐസിൻ്റെ അടുത്ത് കോയിൽസ് ഉണ്ട്, അതുപോലെ കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, ചെറിയ ചെറിയ റെസിസ്റ്റേഴ്സാണ്. സോ ഇതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇത് പുഷായിട്ട് ഇതിൻ്റെ ഈ റീഅലൈൻ ആയാൽ നമുക്കത് പിന്നെ രണ്ടാമത് നമ്മളവിടെ എന്താണ് അലൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ അതിനേക്കാളൊക്കെ ബെറ്റർ എന്താണ് നമ്മളത് ഫസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ആ ഐ സി റിമൂവ് ചെയ്ത് ഈ ഒരു കണ്ടീഷനിൽ എന്താണ് നമ്മൾ ഡി സിയിൽ കണക്ട് ചെയ്യരുത്. അതായത് ഐ സിയുടെ ചില ബോൾസ് പലതും ചെറുതൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. സോ ഈ ഒരു ബോർഡ് എന്താണ് ഐ സിയുടെ സെക്ഷൻസ്, അതായത് ഐ സി ഇരിക്കുന്ന ഭാഗമില്ല നമ്മുടെ ഐ സിയുടെ മദർ ബോർഡുള്ള പ്രിൻ്റ്. സോ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എന്താണ് വിക്കറ്റ് ക്ലീൻ ചെയ്യുക. വിക്കറ്റ് ക്ലീൻ ചെയ്യാൻ മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് നമ്മൾ ഈ ലെഡ് അതായത് 138 PPD ഈ 138 PPD ജസ്റ്റ് എന്താണ് അതിന് മുക്കുക. 138ഉം 183 രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള PPDയിൽ എന്താണ് ജസ്റ്റ് അതിനൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ ലെഡ് കൊണ്ട് എന്താണ് നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ക്ലീൻ ചെയ്യുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കണം, തൊട്ടടുത്ത് കമ്പൗണ്ട്സ് ഉണ്ട്, കമ്പൗണ്ട്സിൻ്റെ അടുത്ത് ആവരുത്. ആയാലും കമ്പൗണ്ട്സും കൂടി അയൻ്റെ കൂടെ പോരും, പിന്നെ അതവിടെ തിരിച്ച് വെക്കേണ്ടി വരും, പണിയാണ്. അതുകൊണ്ട് എന്താണ് കറക്റ്റ് ശ്രദ്ധിക്കുക, മൈക്രോസ്കോപ്പ് നോക്കിയിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ വിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഗുഡ് വീക്കിൻ്റെ വിക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് യൂസ് ചെയ്തതിൽ ഒന്നുകൂടി ബെറ്റർ സാധനം അതാണ്. അതുകൊണ്ടാണ് ആ ഒരു ബ്രാൻഡ് തന്നെ എടുത്തെടുത്ത് പറയുന്നത്. അതിന് ചെയ്യുമ്പോൾ എന്താണ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ അയൺ വെക്കുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ വിക്ക് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കെന്താണ് ലെഡ് പോരുന്നില്ല അല്ലെങ്കിൽ ഫ്ലെക്സ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ പിന്നെയും ഇതേപോലെ അയണിട്ട് വരയ്ക്കരുത്. കറക്റ്റ് ഫ്ലെക്സ് പിന്നെയും ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആ ലെഡ് ക്ലീൻ ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ അയണിട്ട് നമ്മൾ പിന്നെയും വരയ്ക്കുകയാണെങ്കിൽ, അതായത് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ മദർ ബോർഡിൽ സ്ക്രാച്ച് വരും, പിന്നെ ആ പ്രിൻ്റ് അവിടെ ഷോർട്ട് ആവും. നമ്മൾ ഈ ഫ്ലെക്സ് ക്ലീൻ ചെയ്യാൻ അതേപോലെ എന്താണ് ടിന്നറും അതേപോലെ ഈ ഒരു പഞ്ഞില്ല നമ്മുടെ ഈ കോട്ടൺ വേസ്റ്റ് അല്ല കോട്ടൺ നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ പറഞ്ഞാൽ കിട്ടും. ഈ കറക്റ്റ് കോട്ടൺ അവിടെ വാങ്ങാൻ കിട്ടും. സോ അത് നമുക്ക് ജസ്റ്റ് ഒരു പാക്ക് വാങ്ങിയാൽ അത്യാവശ്യം നല്ല കാലങ്ങളോട് യൂസ് ചെയ്യാനുണ്ടാവും. ഈ ഒരു കോട്ടൺ കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് അത് നമ്മുടെ ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പോയിട്ട് ഈ ഒരു രീതിയിൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഷോർട്ട് റിമൂവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അതിന് ഈ ഒരു എന്താണ് ഹീറ്റിംഗ് പ്രൊട്ടക്ഷൻ ടാപ്പ്, സിൽവർ ടാപ്പ്, ഇത് കണ്ടിന്യൂറ്റി ഉള്ള ടാപ്പാണ്. സോ ഈ ഒരു ടാപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഡി സിയിൽ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ഷീൽഡ് വെച്ചിട്ട് എന്താണ് നമ്മളിത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നായിട്ട് കത്തിപ്പോവും. സോ കണ്ടിന്യൂറ്റി ഉണ്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. സോ നമുക്കെന്താണ് ഇത് കാണിച്ചു തരാം കറക്റ്റായിട്ട്. ഇതാ ഇപ്പോൾ ഷോർട്ടില്ല, അതായത് ഡി സി ഓൺ അല്ല. ഞാനിപ്പോൾ സർവീസ് ചെയ്ത അതേ മദർ ബോർഡ് തന്നെയാണ്. ഓക്കെ, ഡി സി ഇപ്പോൾ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മദർ ബോർഡ് കണക്റ്റഡ് ആണ്, റീഡിങ് 0 ആണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ ലീക്കേജ് ഇപ്പോൾ പോയിട്ടുണ്ട്, മദർ ബോർഡ് പക്ക നോർമലായിട്ടാണ് കാണിക്കുന്നത്. സോ നമുക്കിനി എന്ത് ചെയ്യാം, അതായത് നമ്മളിപ്പം ചാർജിങ് ഐസിൻ്റെ റിമൂവ് ചെയ്തു. സോ ആ ചാർജിങ് ഐസ് നമുക്ക് ഇതിൽ തിരിച്ച് വെക്കാൻ പറ്റില്ല, അത് ആ ചാർജിങ് ഐസി ആണ് ലീക്കേജ് ഷോർട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പോർഷനിൽ നമുക്ക് പുതിയൊരു ചാർജിങ് ഐസ് ഫിക്സ് ചെയ്ത് വെക്കണം. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നമുക്ക് വേറൊരു മദർ ബോർഡിന് റിമൂവ് ചെയ്യുക ഐ സി, അത് ഇതിൽ റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ഐ സി വർക്കിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല. നമ്മൾ ഐ സി മാത്രം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐ സി വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് മദർ ബോർഡിൽ ഫിക്സ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്കത് ഐ സി വർക്കിംഗ് ആണോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. മദർ ബോർഡിൽ ഐ സി ഫിക്സ് ചെയ്താൽ നമ്മൾ വാങ്ങുന്ന ബയേഴ്സ് ആയിട്ട് ഡീലേഴ്സ് ഐ സി റിട്ടേൺ എടുക്കത്തില്ല. സോ നമുക്കെന്താണ് ഏറ്റവും ബെറ്റർ പറഞ്ഞാൽ ഇതേപോലെ ക്ലൗഡ് ബോർഡ് പർച്ചേസ് ചെയ്യാൻ എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒരു ഐ സി അല്ല, അപ്പോൾ അതായത് ഒരുപാട് ഐ സി കമ്പൗണ്ട്സ് നിറക്കം നമുക്കുണ്ടാവും. ഈ മദർ ബോർഡ് എന്താണ് നമുക്ക് എക്സ്പീരിയൻസിന് വേണ്ടി പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യാനും പറ്റും. സോ നേരത്തെ ചെയ്ത അതേ സെയിം മെത്തേഡ് നമ്മൾ എങ്ങനെയാണോ വർക്കിംഗ് ബോർഡിൽ ഐ സി ചാർജിങ് ഐ സി നമ്മൾ റിമൂവ് ചെയ്തത് അതേ സെയിം മെത്തേഡിൽ എന്താണ് ഇതിലും റിമൂവ് ചെയ്യുക. അതായത് ബ്ലോവർ നമ്മൾ ജസ്റ്റ് ഒരു 360 ഹീറ്റിൽ ചെരിച്ച് പിടിക്കുക. കറക്റ്റ് 360 അല്ലാണ്ട് ജസ്റ്റ് എന്താണ് നമ്മളൊന്ന് 90 ഡിഗ്രി അല്ലാണ്ട് ജസ്റ്റ് എന്താണ് ഒന്ന് ചെരിച്ച് പിടിക്കുക. അതിന് ശേഷം എന്താണ് നമുക്ക് ആ കറക്റ്റ് ഹീറ്റ് അപ്ലൈ കൊടുത്താൽ ആ കറക്റ്റ് ഐസിലേക്ക് മാത്രമേ ആവുള്ളൂ.
കാരണം ഇതിൻ്റെ തൊട്ടടുത്തുള്ള CPU-യിലേക്കോ പവർ ഐസിയിലേക്കോ ഒന്നും ഹീറ്റ് ആവില്ല. ഇതിൽ CPU പവർ ഐസി ഒന്നുമില്ല, ഞാൻ വർക്കിംഗ് ബോർഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താണ്, ഈ ഒരു ഐ സി നമുക്ക് റീബോൾ ചെയ്തിട്ട് എന്താണ്, നമുക്കതിൽ നമ്മുടെ വർക്കിംഗ് മദർ ബോർഡിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് അയൺ വെച്ചിട്ട് നമ്മളെന്താണ് ഈ നമ്മുടെ ഐ സി ക്ലീൻ ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ എന്താണ് 138ഉം 183ഉം 2 PPയും കൂടി മിക്സ് ചെയ്യുക. ആ മിക്സ് യൂസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ ഇതേപോലെ ക്ലീനിങ് വർക്കിൽ ചെയ്യുക. അതിനിപ്പോൾ ബോർഡിലുള്ള പ്രിൻറ്റ് ക്ലീൻ ചെയ്യാനാണെങ്കിലും ഐ സിയിലുള്ള പ്രിൻറ്റ് ക്ലീൻ ചെയ്യാനൊക്കെ എന്താണ് അത് യൂസ് ചെയ്യുക. ഇതേപോലത്തെ ഈ ഗ്ലാസ് ഐസികൾ എന്താണ് നമ്മൾ വിക്കിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. ജസ്റ്റ് അതിനോണ്ട് എന്താണ് അതിൻ്റെ മുകളിലുള്ള ആ ബോളെല്ലാം ഒരേ ഷേപ്പാക്കി കൊടുക്കുക. അതിനുശേഷം ടിന്നറിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം എന്താണ് ഡയറക്റ്റ് നമ്മൾ വിക്കിടരുത്. വിക്കിടാണ്ട് എന്താണ് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ റീബോൾ ചെയ്യുക. ഇതാകുമ്പോൾ നമുക്ക് ഐസി ഡാമേജ് ആവില്ല. ഈ ഗ്ലാസ് ഐസികൾ എന്താണ് നമ്മളൊന്നെങ്കിൽ വിക്കിടുകയാണെങ്കിൽ അതിൽ സ്ക്രാച്ച് ആയിട്ട് തൊട്ടിട്ടുള്ള കണക്ഷൻസ് ഷോർട്ട് ആവും. നിങ്ങൾ ഈ പവർ ഐസിലൊക്കെ എന്താണ് നിങ്ങൾക്കത് കറക്റ്റ് അറിയാൻ പറ്റും. നമ്മൾ ഈ ഗം ഐസി ആയിട്ടുള്ള പവർ ഐസൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിക്കിട്ട് ക്ലീൻ ചെയ്ത ശേഷം 2 കണക്ഷൻ അല്ലെങ്കിൽ 3 കണക്ഷനൊക്കെ ടച്ച് ആവും. അല്ലെങ്കിൽ എന്താണ് ഈ ഗ്ലാസിൻ്റെ പോർഷൻ അതിൻ്റെ മുകളിലുള്ള ആ കോട്ടിങ് പോയിട്ട് അതിലേക്ക് ലെഡ് പിടിക്കും. പിന്നെ നമ്മൾ എന്താണ് അത് UV ഇട്ട് മാസ്ക് ചെയ്യാൻ നിൽക്കണം. അതൊക്കെ എന്താണ് അധിക ചടങ്ങാണ്. ഇതുപോലുള്ള ഐസൊക്കെ നമുക്ക് എന്താണ് റീബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോമൺ സെൻസിൽ യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് iPhone 11 തന്നെ എന്താണ് കറക്റ്റ് സെൻസറുണ്ട്. സോ അതുകൊണ്ടാണ് കോമൺ സെൻസിൽ യൂസ് ചെയ്യാത്തത്. കറക്റ്റ് സെൻസിലുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ കൂടുതൽ മുകളിൽ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് എന്താണ് നമ്മളിത് പ്രോപ്പർ സെൻസിൽ വെക്കുക. അതിനുശേഷം എന്താണ് 183 PPD 183 PPD യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് PPD യൂസ് ചെയ്യുകയാണെങ്കിലും അതിൽ വിത്ത് ഫ്ലെക്സ് ആണ് വരുന്നത്. സോ എന്ത് ചെയ്യുക, അതായത് നമ്മുടെ അതായത് ടിഷ്യൂവിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ മദർ ബോർഡിലേക്ക് അപ്ലൈ ചെയ്യുക. ഐ സി റീബോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടൈപ്പുള്ള ട്യൂസർ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് കുറച്ചൊന്നും ബെറ്റർ ആയിട്ട് കിട്ടും. PPD അപ്ലൈ ചെയ്തതിന് ശേഷം എന്താണ് PPD അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെന്താണ് ഓവർ ഇട്ടിട്ട് സ്ക്രാച്ച് ചെയ്യാൻ നിൽക്കരുത്. അതായത് ഓവർ ടൈം വൈപ്പ് ചെയ്യരുത്. നോർമൽ ചെറിയ രീതിയിലൊന്ന് വൈപ്പ് ചേർക്കുക. ഓവർ വൈപ്പ് ചെയ്ത് എന്താണ് ലെഡ് അധികമാവും. പിന്നെ അത് ബൾജായിട്ട് മുകളിലോട്ട് വരാൻ നിൽക്കും. പിന്നെ ഇപ്പോൾ റീബോൾ ചെയ്യാൻ നമുക്ക് എന്താണ് ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലൊരു ട്രെൻഡ് നടക്കുന്നുണ്ട്. മുകളിൽ എന്താ PPD അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്ലാസ് പീസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഹീറ്റ് അടിക്കുക. അതാകുമ്പോൾ നമുക്ക് ആ ഓവർ ബൾജായിട്ട് ലെഡ് പുറത്തോട്ട് വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അതായത് കോമൺ സെൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതായത് പ്രോപ്പർ സെൻസിൽ ഇല്ലാണ്ട് കോമൺ സെൻസിൽ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഒരു മെത്തേഡ് എന്താണ് ഏറ്റവും പെർഫെക്റ്റ് ആണ്. പിന്നെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ബോൾ കിട്ടിയതിന് ശേഷം നമ്മൾ അധികം ഓവർ ഹീറ്റ് അടിക്കരുത്. ഈ ഒരു എല്ലാ ലെഡും എന്താണ് മെൽറ്റായി ബോളായതിനു ശേഷം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ബ്ലോവർ മാറ്റാം. പിന്നീട് എന്താണ് ഐസ് എടുത്തതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് ഹീറ്റ് അടിക്കാവും. ഈ ഒരു കണ്ടീഷനിൽ വെച്ചിട്ട് നമ്മൾ അധികം നേരം ഹീറ്റ് അടിക്കരുത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഫ്ലെക്സ് ഇടുക. അതിന് ശേഷം എന്താണ് ജസ്റ്റ് ഒന്ന് ഹീറ്റ് അടിച്ച് കൊടുക്കുക. ഈ ഒരു ഫ്ലെക്സ് ഇട്ട് നമ്മൾ ഹീറ്റ് അടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ബാക്കി എക്സസ് ആയിട്ട് വരുന്ന ഫ്ലെക്സ് നമ്മൾ ഒരിക്കലും ടിന്നറിട്ട് ക്ലീൻ ചെയ്യരുത്. ഈ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യുക, ഫ്ലെക്സ് ഇടുക, അതിന് ശേഷം ഹീറ്റ് അടിക്കുക. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ എക്സസ് ആയിട്ടുള്ള എന്താണ് ഫ്ലെക്സ് നമ്മുടെ ഈ ടിഷ്യൂയിലേക്ക് തന്നെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫ്ലെക്സ് ഉണ്ട്. അതായത് ആ ഫ്ലെക്സ് ഓവറല്ല, പ്രോപ്പറാണ്. അതായത് കറക്റ്റ് അളവിലുള്ള ഫ്ലെക്സാണ് ഇതിൻ്റെ മുകളിലുള്ളത്. സോ എന്ത് ചെയ്യുക, ഈ ഒരു ഫ്ലെക്സ് നമ്മൾ കളയരുത്, ടിന്നറിട്ട് ക്ലീൻ ആക്കരുത്. സോ ഇതിന് വേറൊരു ഉപകാരമുണ്ട്, ജസ്റ്റ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇനി ഐ സി ഫിക്സ് ചെയ്യണം. ഐ സി ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെന്താണ് ഓവറായിട്ട് ഫ്ലെക്സ് ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ഡ്രോപ്പ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, അതൊന്നായിട്ട് ടോട്ടലായിട്ട് ആ ബോൾസിൽ മൊത്തം, അതായത് ആ പാഡിൽ മൊത്തമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇതെന്താ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ഫ്ലെക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഓൾറെഡി ഐ സിയിൽ കുറച്ച് ഫ്ലെക്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ഹീറ്റ് അടിച്ചതിൻ്റെ ബാക്കി ഫ്ലെക്സ് ഐ സിയിലുണ്ട്. സോ അതെന്താണ് നമുക്ക് അധികം ഫ്ലെക്സിൻ്റെ ആവശ്യമില്ല. ഇനി ജസ്റ്റ് മുകളിൽ നിന്ന് കറക്റ്റ് ഐ സി അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം എന്താണ് ജസ്റ്റ് മുകളിൽ നിന്ന് ഹീറ്റ് അടിക്കുക. ഇനി നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത അതേ ഹീറ്റിൽ 360 ജസ്റ്റ് എന്താണ് നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം മെത്തേഡിൽ ബ്ലോവർ എന്താണ് ചിരിച്ച് വെച്ചിട്ട് ഹീറ്റ് അടിക്കുക. നമുക്ക് ഏകദേശം ഐ സി കറക്റ്റ് ബോർഡിൽ ഫിക്സ് ആയിട്ടുണ്ട് എന്നുള്ള മനസ്സിലായതിനു ശേഷം എന്താണ് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഐ സി ഇരുന്ന് എന്നുള്ള കൺഫേമിന് ശേഷം മാത്രം കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക. അതായത് ജസ്റ്റ് ഒരു സൈഡിൽ മാത്രം അപ്ലൈ ചെയ്യുക, എല്ലാ സൈഡിലേക്കും ബാക്കി അത് ഓട്ടോമാറ്റിക് അപ്ലൈ ആവും. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്നും കൂടി ഹീറ്റ് അടിച്ചിട്ട് ജസ്റ്റ് ഐ സി കറക്റ്റ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് ഫിക്സ് ചെയ്യുക. അതായത് ഫിക്സ് ആയിട്ടുള്ള ഒന്നുകൂടി ജസ്റ്റ് എന്താണെന്ന് വെരിഫൈ ചെയ്യുക. ഇനി ബോർഡ് ഒന്ന് കൂളാവാൻ വെക്കുക. കൂളായതിനു ശേഷം എന്താണ് ഇതിന് മുകളിലെ ഈ നമ്മുടെ ഈ ഷീൽഡ് ഹീറ്റിംഗ് ടാപ്പ് നമുക്ക് എന്താണ് റിമൂവ് ചെയ്ത് ഒഴിവാക്കണം. സോ ബോർഡ് നോർമലി കൂളായിട്ടുണ്ട്. നമ്മൾ ഒന്നെങ്കിൽ കൂൾ ചെയ്യാണ്ട് ഒരു ഫാൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് നോർമലി കുറച്ച് സമയം വെക്കുക. അതിനുശേഷം എന്താണ് കറക്റ്റ് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ എന്താണ് നമുക്ക് ലീക്കേജ് ഉണ്ടാവും. അപ്പോൾ നമ്മളതിലേക്ക് അത് മുകളിലേക്ക് പുതിയ ഐ സി ഫിക്സ് ചെയ്തു. സോ ഐ സിയുടെ പാത്തിൽ ഷോർട്ട് ഉണ്ടെങ്കിലും ചാർജിങ് ഐ സി ഷോർട്ട് കാണിക്കും. സോ ആ ഒരു കാര്യം കൂടി നമ്മളെന്താണ് കൺഫേം ചെയ്യണം. സോ മദർ ബോർഡ് കണക്ട് ചെയ്തു, നമ്മൾ ഡി സി ഓൺ ചെയ്തു, ബോർഡ് നോർമലാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അപ്പം വിത്ത് ചാർജിങ് നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്നതൊക്കെ മനസ്സിലാവും. എന്താണ് നമ്മൾ മദർ ബോർഡ് ഡി സി ഓൺ ചെയ്യുമ്പോൾ തന്നെ എന്താണ് അതിൽ ചെറിയൊരു ലീക്കേജ്, ഒരു 5 റീഡിങ് കാണിച്ചിരുന്നു ലീക്കേജ്. ഇപ്പോൾ ആ റീഡിങ് ഇല്ല. പുതിയ ചാർജിങ് ഐ സി വെച്ചപ്പോൾ എന്താണ് ആ റീഡിങ് പോയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, മദർ ബോർഡ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഫുൾ ബൂട്ട് ആകുന്നുണ്ടോ എന്നൊരു ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഡി സിയിൽ നോക്കിയാൽ കാണാൻ പറ്റും ബൂട്ട് ആകുന്നത്. അപ്പോൾ ഓക്കെ, ഫോൺ ഫുള്ള് ബൂട്ട് ആകുന്നുണ്ട്, അത് ഡിവൈസ് ഫുൾ ഓൺ ആകുന്നുണ്ട്. സോ നമുക്കിനി ഇതിൽ ബാക്കി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ലെയറുകൾ, അതായത് ലെയറിൻ്റെ കണക്ഷൻ നമുക്ക് എന്താണ് ക്ലീൻ ചെയ്യണം. അതിനുശേഷം അതായത് അപ്പർ ബോർഡിലും ലോവർ ബോർഡിലും ക്ലീൻ ചെയ്യണം. എന്നിട്ട് എന്താണ് ലോവർ ബോർഡിൽ നമ്മൾ റീബോൾ ചെയ്യണം. റീബോൾ ചെയ്തതിന് ശേഷം എന്താണ് നമുക്കത് ഫിക്സ് ചെയ്യണം. സോ ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാം, എങ്ങനെ റീബോൾ ചെയ്യാം, ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ച് ചെയ്യുക. ഈ വീഡിയോയിൽ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ടാണ് അതുകൊണ്ടെങ്കിൽ അത് ആ പോർഷൻസൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തത്. കാരണം ഇതൊക്കെ ഓൾറെഡി ഷോർട്സ് വീഡിയോസ് ആക്കിയിട്ട് എന്താണ് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്താണ് സ്കിപ്പ് ചെയ്തത്. സോ മദർ ബോർഡ് ഫിക്സ് ചെയ്തു, ഫോൺ ഡിവൈസ് പ്രോപ്പർ വർക്കിംഗ് ആണ്. സോ ഇനിയും ഇതേപോലത്തെ ഷോർട്ട് ഫൈൻഡ് ചെയ്യുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇതേപോലത്തെ ഷോർട്സ് വീഡിയോസൊക്കെ എന്താണ് ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്.